പ്രതികരിക്കാത്തത് കൊണ്ടാണോ, നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണോ, ഈ എക്കോണമിയുടെ ഇമ്പോർട്ടൻസ് അറിയാത്തത് കൊണ്ടാണോ, എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ഈ ക്ഷേത്രങ്ങളും ആ ക്ഷേത്രങ്ങൾ അല്ല എല്ലാ ആഘോഷങ്ങളും, നമ്മൾ പറയുന്നത് ദീപാവലി ആണെങ്കിലും ഓണമാണെങ്കിലും മേജർ ബിസിനസ്സുകൾ നടക്കുന്നത് ഈ ഫെസ്റ്റീവ് സീസണിലാണ്. അതുപോലെ തന്നെയാണ് ക്രിസ്മസിനും ഒരു പക്ഷേ ഈദിനും. അപ്പോൾ ഈ ക്ഷേത്രത്തിലാണ് കൂടുതൽ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഫെസ്റ്റിവൽസ്, ഉത്സവങ്ങൾ ഇതെല്ലാം നടക്കുന്നത്. വലിയൊരു എക്കോണമിയാണ്. അതിലത്തെ ആ പറയുന്ന സമൂഹത്തിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും ബെനഫിറ്റ് ചെയ്യുന്നതാണ്. നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ ഗവൺമെൻറ് ആണെങ്കിലും അതില്ലെങ്കിൽ ഈ പറയുന്ന അവിശ്വാസിയാണെങ്കിലും ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ആ ഗൂഢതന്ത്രങ്ങളെ ചെറുത്ത് നിന്ന് തോൽപ്പിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെൻറ് അത് ഒരു സ്ഥിരബുദ്ധിയോടുകൂടി ആലോചിച്ച് അതിനു വേണ്ടിയുള്ള നടപടികൾ ചെയ്തില്ല എങ്കിൽ, ഇങ്ങനെയുള്ള ഗൂഢനീക്കങ്ങൾ നിർത്തിയില്ല എങ്കിൽ, നമ്മുടെ സ്റ്റേറ്റ്, അതായത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനമായിരിക്കും അതിനെപ്പറ്റി അതിൻ്റെ ഒരു പ്രയാസം ഉണ്ടാകുക. ഒരു ഇലക്ട്രൽ ഗെയിൻസും ഒക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. ആളുകൾക്ക് ഒരു ജൻസിക്കൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാം, ഒരു സ്വർണം അടിച്ചുകൊണ്ട് പോയിട്ട് പോലും ഈ ഇദ്ദേഹത്തിനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരാളാണോ എന്നെ സഹായിക്കുന്നതെന്നൊക്കെ ഉള്ളൊരു മെസ്സേജാണ്. പക്ഷെ ഇതിനൊക്കെ ഉള്ള ഒരു കാർമിക് ഫലങ്ങളോ ഒക്കെ അങ്ങനെ നിൽക്കട്ടെ. പക്ഷെ നമ്മുടെ എക്കോണമിയെ തകർക്കുന്ന രീതിയിലുള്ള ഒരു ആംഗിൾ ഇതിനുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഈ ഒരു വീഡിയോയിലുള്ളത്.